നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അർജുന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ശിരൂരിൽ നിന്നും പുറപ്പെട്ടു. കർണാടക പോലീസിന്റെ സുരക്ഷയിലാണ് യാത്ര. രാവിലെ 8 മണിയോടെ കണ്ണാടിക്കലിലെത്തും. പൈവളികെ ബായിക്കട്ടയിൽ കാറിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടി. 4 യുവാക്കൾ അറസ്റ്റിൽ. KP കുഞ്ഞിക്കണ്ണന് നാട് യാത്രാമൊഴിയേകി. അന്നൂർ ശാന്തിസ്ഥലിൽ നടന്ന സംസ്കാര ചടങ്ങിലും തുടർന്ന് നടന്ന അനുസ്മരണത്തിലും 100 കണക്കിന് പേർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാതല വൈദ്യുത വികസന സെമിനാർ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ജില്ലാ സമ്മേളനത്തിനൊരുങ്ങി മഞ്ചേശ്വരം. പൈവളികയിൽ 28, 29 തീയതികളിലായാണ് സമ്മേളനം. വാർത്തകൾ വിശദമായി. അർജുൻ ജന്മനാട്ടിലേക്ക്. മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ശിരൂരിൽ നിന്നും പുറപ്പെട്ടു. കർണാടക പോലീസിന്റെ സുരക്ഷയിലാണ് മൃതദേഹവുമായുള്ള യാത്ര. രാവിലെ 8 മണിയോടെ കോഴിക്കോട് കണ്ണാടിക്കലിലെത്തും. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ശിരൂരിൽ നിന്നും പുറപ്പെട്ടു. ബുധനാഴ്ച ഗംഗാവലിപ്പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിലാണ് അർജുൻ്റെ ലോറിയുടെ ക്യാബിനിൽ മൃതദേഹവും കണ്ടെത്തിയത്. അർജുനെ കാണാതായതിൻ്റെ 71ാം ദിവസമാണ് ലോറിയെയും അർജുനെയും കണ്ടെത്തുവാനായത്. ക്യാബിനിൽ നിന്നും ലഭിച്ചത് അർജുൻ്റെ ശരീരഭാഗങ്ങളാണെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇതിനായി DNA പരിശോധന പൂർത്തിയാക്കി. അർജുൻ്റെ തുടയെല്ലും നെഞ്ചിൻ്റെ ഭാഗത്തുള്ള വാരിയലിൻ്റെ ഭാഗവും നേരത്തെ ശേഖരിച്ചിരുന്ന സഹോദരൻ അഭിജിത്തിൻ്റെ DNA സാമ്പിളുമായി ഒത്തുപോകുന്നതായിരുന്നു പരിശോധനാ ഫലം. തുടർന്ന് 4 മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മുൻ നിശ്ചയിച്ചത് പ്രകാരം കാർവാർ ആശുപത്രി മോർച്ചറിയിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസ് അർജുൻ്റെ മൃതദേഹവും വഹിച്ച് യാത്ര പുറപ്പെട്ടു. ലോറിയുടെ ക്യാബിനിൽ നിന്നും ലഭിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ എടുക്കുവാനായി അർജുനെ വഹിച്ചുള്ള ആംബുലൻസ് ഗംഗാവലി പുഴയോരത്തെത്തി. ഗംഗാവലിയോട് അവസാന യാത്ര ചോദിക്കുവാനെന്നതുപോലെ അർജുൻ ഒരിക്കൽ കൂടി പുഴയോരത്തെത്തിയത് വൈകാരിക രംഗമായി മാറി. കർണാടക പോലീസിന്റെ സുരക്ഷയോടെയാണ് മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മൃതദേഹത്തെ അനുഗമിക്കുന്നു. കുംട്ട, കുന്താപുര, ഉടുപ്പി വഴി മംഗലാപുരത്തെത്തി തലപ്പാടി അതിർത്തി വഴിയാണ് കണ്ണാടിക്കലിലേക്കുള്ള യാത്ര. തലപ്പാടി അതിർത്തി മുതൽ ലോറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ആംബുലൻസിന് വഴിയൊരുക്കും. രാവിലെ 8 മണിയോടെ ആംബുലൻസ് കോഴിക്കോട് കണ്ണാടിക്കലിലെത്തുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ആംബുലൻസ് എവിടെയും നിർത്തില്ല. കണ്ണാടിക്കലിലെത്തിയാൽ പ്രദേശത്തെ പൗരാവലി മൃതദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് പൊതുദർശനം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം അർജുൻ്റെ വീടിന് പിറകിലായി ഒരുക്കിയ സ്ഥലത്ത് സംസ്കാരം നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി കർണാടക സ്വദേശി ഉൾപ്പെടെ 4 യുവാക്കൾ അറസ്റ്റിൽ. പൈവളികെ ബായിക്കട്ടയിൽ നിന്നും മഞ്ചേശ്വരം പോലീസാണ് യുവാക്കളെ പിടികൂടിയത്. 29 ഗ്രാം MDMAയുമായാണ് യുവാക്കൾ പിടിയിലായത്. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി 4 യുവാക്കളെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. പൈവളികെ ബായിക്കട്ടയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്നും 29 ഗ്രാം MDMA പിടിച്ചെടുത്തു. ബെള്ളൂർ സ്വദേശികളായ നവാസ്, ഷമ്മാസ്, അഷ്റഫ്, ഇസാഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച KL 14 Q 1267 നമ്പർ ആൾട്ടോ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ടോൾസൺ ജോസഫിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI രതീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഡ്രൈവർമാരായ പ്രശോഭ്, അബ്ദുൾ ഷുക്കൂർ, ജയേഷ്, CPOമാരായ സന്ദീപ്, സുബിത്, മിഥുൻ, അബ്ദുൾ സലീം, മണിപ്രസാദ് എന്നിവരും ഓപ്പറേഷനിൽ പങ്കാളികളായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പതിറ്റാണ്ടുകളായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കോൺഗ്രസ് നേതൃനിരയിൽ പ്രവർത്തിച്ച മുൻ ഉദുമ MLA KP കുഞ്ഞിക്കണ്ണന് നാട് യാത്രാമൊഴിയേകി. പയ്യന്നൂരിലെ അന്നൂർ ശാന്തിസ്ഥലിൽ നടന്ന സംസ്കാര ചടങ്ങിലും തുടർന്ന് നടന്ന അനുസ്മരണത്തിലും 100 കണക്കിന് പേർ പങ്കെടുത്തു.
പയ്യന്നൂർ കാറമേലിലെ അദ്ദേഹത്തിന്റെ വസതിയിലും തൊട്ടടുത്ത പ്രിയദർശിനി യൂത്ത് സെന്ററിലും അന്നൂർ ശാന്തിസ്ഥലിലും സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും MLA-മാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. സംഘടനാ പ്രവർത്തനത്തിലും സൗമ്യമായ സമീപനത്തിലും രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാതൃകയാണ് KP കുഞ്ഞിക്കണ്ണൻ എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അനുശോചന യോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ അങ്ങോളം കൂടി നടന്ന് പ്രവർത്തിച്ചിട്ടുള്ള കയ്യിൽ കവറില്ലാതെ അഴിമതി ആരോപണങ്ങൾ കേൾക്കാതെ ഉത്തരവാദിത്തപ്പെട്ട നിരവധി സ്ഥാനങ്ങളിൽ ഇതിന് ഉജ്ജ്വലമായ പ്രവർത്തന പാഠമുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് വിജയിപ്പിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ കുഞ്ഞിക്കണ്ണന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആചാര്യത്തെ അർപ്പിക്കുന്നു. അന്നൂർ ശാന്തിസ്ഥലിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MK രാഘവൻ MP, MLA-മാരായ TI മധുസൂദനൻ, M വിജിൻ, നിയമസഭാ മുൻ സ്പീക്കർ M വിജയകുമാർ, MC ഖമറുദ്ദീൻ, M ലിജു, PM നിയാസ്, KS ശബരിനാഥ്, P സന്തോഷ്, PK ഫൈസൽ, K ജയരാജ്, VK രവീന്ദ്രൻ, KV ലളിത, പനക്കീൽ ബാലകൃഷ്ണൻ, V ബാലൻ, P ജയൻ, MP മുരളി തുടങ്ങി നിരവധി നേതാക്കൾ പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോട്ട് KSEB വർക്കേഴ്സ് അസോസിയേഷനും KSEB ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി ജില്ലാതല വൈദ്യുത വികസന സെമിനാർ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷനും KSEB ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി ജില്ലാതല വൈദ്യുതി വികസന സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ വൈദ്യുതി മേഖലയിലെ സമഗ്രമായ വികസനത്തിനുള്ള ഇടപെടലിനായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനായാണ് സെമിനാർ നടത്തിയത്. ചട്ടഞ്ചാൽ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന സെമിനാർ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവരിങ്ങനെ അത്ര വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ട. അത് ഈ ഒരു രംഗത്ത് മാത്രമല്ല, പല രംഗത്തുണ്ട്. അങ്ങനെ വന്നു പോകും. ഒരിക്കൽ കണ്ടായിരിക്കില്ല ആളുകൾ. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? നമ്മുടെ ജില്ലയിൽ ഒരു സബ് ഓഫീസർ ഇന്നത്തെ നിലയിൽ KSEB ബോർഡിന് അങ്ങനെ ഒരു പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് വെച്ചാൽ റെഡി എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ നില. അപ്പോൾ സർക്കിൾ ഓഫീസ് വേണമെന്ന്, അതുകൊണ്ട് KSEB എന്ത് ചിന്തിക്കുന്നു, KSEBിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ത് നോക്കിയിട്ട് നമ്മളിത് വേണോ വേണ്ടിയോ തീരുമാനിക്കാൻ നമുക്ക് പറ്റാം. നമുക്ക് സർക്കിൾ ഓഫീസ് കാസർഗോഡ് വേണം. അതൊരു ഡിമാൻഡാണ്. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. E ചന്ദ്രശേഖരൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം C അരുൺ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ജനാർദ്ദനൻ സ്വാഗതവും ഡിവിഷൻ സെക്രട്ടറി A ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കൾക്കെതിരെ ബോധവൽക്കരണ സെമിനാർ നടത്തി. സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നടത്തിയ സെമിനാർ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ പരസ്പരം പങ്കുവെക്കണം. അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവണം, നല്ല കൂട്ടുകാരുണ്ടാവണം. വഴി തെറ്റിപ്പോകുന്നവരെ നേരെ നടത്താൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ, നല്ല കൂട്ടുകാർക്ക് സാധിക്കും. അതിന് നിങ്ങൾ മുന്നിട്ടിറങ്ങണം. അതിനുള്ള അറിവ് നിങ്ങൾ നേടണം. വേണ്ടാത്ത അറിവുകൾ വേണ്ട, വേണ്ടുന്ന അറിവുകൾ മാത്രം കൈമുതലായി വെച്ചുകൊണ്ട് നല്ല വിദ്യാർത്ഥികളായി, നല്ല കുട്ടികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും വളരണം. ലഹരി എന്ന മാരക വിപത്തിനെ അകറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി കൂട്ടുകൂടി പാട്ടുപാടി നടന്ന സെമിനാറിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ P ഷിജിത്ത് ക്ലാസ് എടുത്തു. കുട്ടികളുടെ സംശയ ദൂരീകരണവും നടന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ MC ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ P ഈശ്വരൻ നമ്പൂതിരി, VHSC പ്രിൻസിപ്പൽ C പ്രമോദ്, സ്റ്റാഫ് സെക്രട്ടറി P ഹരീന്ദ്രൻ, M ആയിഷ, VK ശശികല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ബാലസംഘം ജില്ലാ സമ്മേളനത്തിനൊരുങ്ങി മഞ്ചേശ്വരം. പൈവളികയിൽ 28, 29 തീയതികളിലായാണ് സമ്മേളനം നടക്കുക. പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരം പൈവളികയിൽ 28, 29 തീയതികളിലായി നടക്കുന്ന ബാലസംഘം ജില്ലാ സമ്മേളനത്തിനായി നാടൊരുങ്ങി. 1705 യൂണിറ്റ് സമ്മേളനങ്ങളും 146 വില്ലേജ് സമ്മേളനങ്ങളും 12 ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 225 പ്രതിനിധികൾ പങ്കെടുക്കും. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യൂണിറ്റുകളിൽ കളിക്കൂട്ടം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് എം അനുരാഗ് പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി എൻ ആദിൽ, ജോയിന്റ് കൺവീനർ എം പ്രകാശൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് KT സബന്യ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വിഷ്ണു ജയൻ എന്നിവർ പങ്കെടുക്കും. കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറും. ബാലസംഘത്തിൻ്റെ ജില്ലയിലെ 1105 യൂണിറ്റ് എന്നതും അതുപോലെ തന്നെ 146 വില്ലേജ് കമ്മിറ്റി 12 ഏരിയ സമ്മേളനങ്ങളിൽ പൂർത്തീകരിച്ചാണ് ഈ പ്രാവശ്യം ജില്ലാ സമ്മേളനം പൈവളിക്ക് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചുള്ളത്. ജില്ലാ സമ്മേളനം നാളെ രാവിലെ 10 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സമ്മേളനം തുടങ്ങുന്നത്. പ്രതിനിധി സമ്മേളനം ശ്രീകുമാർ ആണ്, എഴുത്തുകാരനായ ശ്രീകുമാറാണ് ഇനോഗ്രേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ബാലസംഘത്തിൻ്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടറി പ്രവിശ പ്രമോദ്, പ്രസിഡന്റ് എം അനുരാഗ്, സംസ്ഥാന കമ്മിറ്റി അംഗം S ഭാരതി, സംഘടക സമിതി കൺവീനർ KR ജയാനന്ദ, പത്മ, വിനയ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും കാസർഗോഡ് ജില്ലാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഴപ്പൊലിമ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും കാസർഗോഡ് ജില്ലാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ മഴപ്പൊലിമ കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമായി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മഴപ്പൊലിമയുടെ ഭാഗമായിട്ട് മണ്ണിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് നെൽകൃഷി വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. ഏറ്റവും നന്നായ രീതിയിൽ തന്നെയാണ് 13ാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ എല്ലാ പ്രവർത്തനങ്ങളും മറ്റുള്ള വാർഡിനേക്ക് മാതൃകയാവുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് 13ാം വാർഡിൻ്റെ കുടുംബശ്രീ ചെയ്യുന്നത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശ്രീജ ദിലീപ് അധ്യക്ഷത വഹിച്ചു. 4 അയൽക്കൂട്ടങ്ങളിലെ 4 JLG ഗ്രൂപ്പുകളാണ് മഴപ്പൊലിമയുടെ ഭാഗമായി കൃഷി ഇറക്കിയത്. JLG അംഗങ്ങൾ കൈകോർത്ത് നടത്തിയ കൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം V ബുഷ്ര, വാർഡ് കൺവീനർ TK ഫൈസൽ, വാർഡ് വികസന സമിതി അംഗം AV ഹൈദർ, CDS അംഗം N സുശീല, ADS പ്രസിഡന്റ് P ചന്ദ്രമതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. ജില്ലാതല ഉദ്ഘാടനം ഉദുമ ഏരിയ പനയാൽ യൂണിറ്റിൽ നടന്നു. വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. ജില്ലാതല ഉദ്ഘാടനം ഉദുമ ഏരിയ പനയാൽ യൂണിറ്റിൽ നടന്നു. വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് ഛിന്നഭിന്നമായി കിടക്കുന്ന വ്യാപാരികളെ മുഴുവൻ ഇത്തരം പ്രക്ഷോഭത്തിൻ്റെ കീഴിൽ അണിനിരത്തുന്നതിന് വേണ്ടി മുഴുവൻ കച്ചവടക്കാരെയും വ്യവസായ സമിതിയിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ നയമായിട്ട് സൂചിച്ചു. അതുകൊണ്ട് തന്നെ ഏത് സംഘടനയിലും മെമ്പർമാർക്കും നമ്മുടെ സംഘടനയിൽ വരാനുള്ള തുറന്ന അവസരങ്ങൾ ഈ സംഘടന കൊടുക്കുകയാണ്. വലിയൊരു സംഘടനയിൽ നിന്നും പ്രത്യേക പ്രശ്നങ്ങൾ കാരണം ഉദുമ ഏരിയ പ്രസിഡന്റ് ദിവാകരൻ നാറാട്ടുകടവ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ശശി കൈരളി, BK മുഹമ്മദ് കുഞ്ഞി, നാരായണൻ, നൌഷാദ്, നാഗരത്ന, ശ്രീജ ആറാട്ടുകടവ് എന്നിവർ സംബന്ധിച്ചു. ഷമീർ M മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. ഉദുമ ഏരിയ കമ്മിറ്റിയുടെ പരിധിയിൽ മരണപ്പെട്ട വ്യാപാരി T മുഹമ്മദ് കുഞ്ഞിയുടെ കുടുംബത്തിന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി ധനസഹായം നൽകി. മകൻ ഷമീർ സഹായനിധി ഏറ്റുവാങ്ങി. ജില്ലാ കമ്മിറ്റി അംഗം VK ഗോപാലൻ സ്വാഗതവും അശോകൻ ഹരിതം നന്ദിയും പറഞ്ഞു. ഉദുമ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ടിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ലക്കി ഡ്രോയുടെ 1ാം സമ്മാനമായ സ്വർണ്ണ നാണയത്തിന് സുധി അമ്പങ്ങാട് അർഹനായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി ഫെഡറേഷൻ BMKU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നിരവധി പേരാണ് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക. കുടിശ്ശിക വിതരണം ചെയ്യാൻ സർക്കാർ 500 കോടി അടിയന്തര സഹായം അനുവദിക്കുക. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക. കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമായി നൽകുക. പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക തൊഴിലാളികളുടെ ജീവത്തായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനം ഭാരതീയ ഖേദ് മസ്ദൂർ യൂണിയൻ BKMU ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിരവധിയായ പ്രക്ഷോഭ സമരങ്ങൾ രാജ്യത്താകെ ദേശീയ തലത്തിൽ BKMU വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി. M കുമാരൻ സ്വാഗതം പറഞ്ഞു. T കൃഷ്ണൻ, A ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. CP സുരേശൻ, S ചന്ദ്രശേഖരൻ, ഗംഗാധര ഹൊറട്ട്, CP സുരേശൻ, S ചന്ദ്രശേഖര, ഗംഗാധര ഹൊട്ടെ, K കൃഷ്ണൻ, N ബാലകൃഷ്ണൻ, രാജൻ പനക്കുളം, രാജൻ പൊതാവൂർ, VK ചന്ദ്രൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ ജയന്തി ദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. ചാമുണ്ടിക്കുന്നിൽ പനത്തടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപകനായ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ ജയന്തി ദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. ഹിന്ദു ഐക്യവേദി പനത്തടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാമുണ്ടിക്കുന്ന് ചന്ദ്രബാബുവിന്റെ വസതിയിലാണ് സദ്ഭാവനാ ദിനാചരണം സംഘടിപ്പിച്ചത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രാജൻ മൂളിയാർ മുഖ്യപ്രഭാഷണം നടത്തി. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഭാരതത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേരള നവോത്ഥാന ചരിത്രം തുടങ്ങിയതിനു ശേഷമുള്ള കാലഘട്ടത്തില് കേരളത്തിലെ ഒട്ടനവധി സന്യാസി മഠങ്ങള് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാശ്രമവും അതോടനുബന്ധിച്ചുള്ള സേവന പ്രവർത്തനങ്ങളും മറ്റു തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഹിന്ദു സമൂഹത്തിനെതിരെ വരുന്ന വെല്ലുവിളികളെ ചോദ്യം ചെയ്യാൻ പനത്തടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി K അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പരമേശ്വരൻ നായർ, C കൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. അയന VA അനുമോദിക്കുകയും ചെയ്തു. R മോഹൻകുമാർ, കേശവ പ്രകാശ് ഭട്ട്, സൂര്യനാരായണ ഭട്ട്, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പനത്തടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പ്രേംകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുശീല ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജുന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ശിരൂരിൽ നിന്നും പുറപ്പെട്ടു. കർണാടക പോലീസിന്റെ സുരക്ഷയിലാണ് യാത്ര. രാവിലെ 8 മണിയോടെ കണ്ണാടിക്കലിലെത്തും. പൈവളികെ ബായിക്കട്ടയിൽ കാറിൽ കടത്തുകയായിരുന്ന MDMA പിടികൂടി. 4 യുവാക്കൾ അറസ്റ്റിൽ. KP കുഞ്ഞിക്കണ്ണന് നാട് യാത്രാമൊഴിയേകി. അന്നൂർ ശാന്തിസ്ഥലിൽ നടന്ന സംസ്കാര ചടങ്ങിലും തുടർന്ന് നടന്ന അനുസ്മരണത്തിലും 100 കണക്കിന് പേർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലാതല വൈദ്യുത വികസന സെമിനാർ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം ജില്ലാ സമ്മേളനത്തിനൊരുങ്ങി മഞ്ചേശ്വരം. പൈവളികയിൽ 28, 29 തീയതികളിലായാണ് സമ്മേളനം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.